കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിക്കുന്ന ചുറ്റുപാട് വളരെ പ്രധാനമാണ്. അവരുടെ അപ്ബ്രിങ്ങിങ് നടക്കുന്ന അവർ ജനിക്കുന്നതും അവരുടെ പിച്ച വെച്ച് നടക്കുന്നതും അവരുടെ ഒരു സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെൻറ്റ് ആകേണ്ടത് കുടുംബമാണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന സ്നേഹവും പരിലാളനകളും അംഗീകാരങ്ങളും ഒക്കെയാണ് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പിൽക്കാല ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. അപ്പം ഏതൊരു കുഞ്ഞിനും സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടണം. അവനാവശ്യമുള്ള സ്നേഹവും ഞാൻ നേരത്തെ പോലെയുള്ള കരുതലും ഒക്കെ അനുഭവിക്കാൻ കഴിയണം. സുരക്ഷിതത്വം ഫീൽ ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആശയവിനിമയം മാതാപിതാക്കൾ കുട്ടികളുമായിട്ട് അവരുടെ ഒരു വളർച്ചയുടെ പ്രധാനപ്പെട്ട ഘട്ടത്തിൽ തന്നെ കൂടുതൽ സമയം കുട്ടികളുമായി ചെലവഴിക്കുക, അവരോടൊപ്പം കളിക്കുക, അവർ പറയാനുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുക. അങ്ങനെ നല്ലൊരു ആത്മബന്ധം ഒരു കുട്ടികളുമായിട്ട് എടുക്കുവാൻ മാതാപിതാക്കൾ കഴിയേണ്ടതുണ്ട്. എന്നാൽ എല്ലായ്പ്പോഴും കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കാൻ ചില ജോലികളുമായി ബന്ധപ്പെട്ടും മറ്റും പോകുന്ന സമയത്ത് മാതാപിതാക്കൾ കഴിയുന്നവരില്ല. അപ്പോൾ കിട്ടുന്ന സമയം ക്വാളിറ്റി ടൈം എന്ന് ഞങ്ങൾ പറയും. ഈ കുട്ടികളോടൊപ്പം ചെലവഴിക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും തരത്തിൽ വിദൂരതയിലൊക്കെ ജോലി ചെയ്യേണ്ടി വരുന്ന മാതാപിതാക്കൾ അവരെപ്പോഴാണോ വീട്ടിലാകുന്നത് അപ്പോഴേ ആ കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക. തീർച്ചയായും അതൊക്കെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കുട്ടികളുമായിട്ട് നല്ലൊരു ആത്മബന്ധം സ്ഥാപിക്കാനൊക്കെ കഴിയും. പിന്നെ മാതാപിതാക്കൾ തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മ പല കുടുംബങ്ങളിലും കുട്ടികളെ ബാധിക്കുന്നുണ്ട്. അപ്പം ചില സ്ഥലങ്ങളിൽ നിർഭാഗ്യവശാൽ കുടുംബ പ്രശ്നം വലുതായി മാതാപിതാക്കൾ അകന്നു കഴിയേണ്ട സാഹചര്യം വരും. ഒരു പക്ഷേ വിവാഹ മോചനത്തിൽ തന്നെ എത്തും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു സിംഗിൾ പേരൻറ്റ് ഏതെങ്കിലും ഒരു പേരൻ്റായിരിക്കും ആ കുഞ്ഞിനെ വളർത്തുന്നത് അല്ലെങ്കിൽ കുട്ടികളെ വളർത്തുന്നത്. അപ്പോൾ അവിടെ അങ്ങനെയുള്ള കുട്ടികൾക്ക് പലപ്പോഴും ചില അരക്ഷിതാവസ്ഥകളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. സ്നേഹം ലഭിക്കാതെ വരുന്ന കുട്ടികൾ, ഏതെങ്കിലും തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളുള്ള പശ്ചാത്തലമുള്ള വീടുകളിലെ കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികൾക്ക് ജീവിതത്തിൽ പലപ്പോഴും അവരൊക്കെ പല കൂട്ടുകെട്ടുകൾക്ക് വശംവദരായി പോകാനും ലഹരി പദാർത്ഥങ്ങളുടെ പിടിയിൽ ആയിപ്പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. തീർച്ചയായും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇന്ന് അവർ ചൂഷണങ്ങൾക്ക് വിധേയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായും ചൂഷണങ്ങൾക്കെതിരെയുള്ള ജാഗ്രത പാലിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെയുള്ള നീക്കങ്ങൾ ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടായിക്കഴിഞ്ഞാൽ അതിനോട് നോ എന്ന് പ്രതികരിക്കുവാൻ ഒക്കെയുള്ള ഒരു അവബോധം കുട്ടികളിൽ നമ്മൾ വളർത്തിയെടുക്കണം. തീർച്ചയായും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഞാൻ നേരത്തെ പറഞ്ഞോളം ടാലൻറ്റഡ് ആണ്. എല്ലാ കുഞ്ഞുങ്ങളും അവർക്ക് ഇൻബോണായിട്ട് ടാലൻസ് ഉണ്ട്. അതൊക്കെ കണ്ടറിയാനും അറിഞ്ഞുകൊണ്ട് വളരാനും അതൊക്കെ വളർത്തിയെടുക്കാനും പരിപോഷിപ്പിക്കാനും ഒക്കെയുള്ള സാഹചര്യം ഏതൊരു കുട്ടിയുടെ അവകാശമാണ്. അപ്പോൾ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിയമങ്ങൾ നമുക്ക് നിലവിലുണ്ട്. ബാലാവകാശ കമ്മീഷനൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ബാലാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഒരു തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വിധേയരാകാൻ പാടില്ല. തീർച്ചയായും എല്ലാ അർത്ഥത്തിലും അവരുടെ വ്യക്തി എന്ന നിലയിൽ ആ വ്യക്തിത്വം രൂപപ്പെടുത്തുന്ന കാലയളവ് വളരെ ശ്രദ്ധയോടുകൂടി വളരെ കരുതലോടുകൂടി പോകേണ്ടതാണ്. അപ്പോൾ കുട്ടികളും മാതാപിതാക്കളും വളരെ ജാഗ്രതയോടുകൂടി തന്നെ വേണം മുന്നോട്ട് പോകാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്.